ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമുക്കിന്ന് തരിക്കഞ്ഞി കാച്ചിയെടുക്കാം കേട്ടോ. തരിക്കഞ്ഞി എന്ന് പറഞ്ഞാൽ റവയും സേമിയയും കൂടെ കാച്ചിയെടുത്തതാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതാ 1.5 കപ്പ് റവയും 2 കപ്പ് സേമിയയും. അപ്പോൾ ഏകദേശം ഇതാ ഇതുപോലത്തെ കപ്പും സാസറിൻ്റെ കപ്പ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഞാൻ കപ്പ് കണക്കായിട്ട് എടുത്തിട്ടുള്ളത്. ആ സേമിയയും റവയും നമുക്ക് വറുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് 2 വലിയ തേങ്ങയുടെ പാല് വേണം. അപ്പോൾ ആ 2 വലിയ തേങ്ങയുടെ പാല് നന്നായി കട്ടിയുള്ള പാലും അതേപോലെ തന്നെ അതിൻ്റെ 2ാം പാലും കൂടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ സൈഡിൽ കാണിച്ചിട്ടുള്ള ജഗ് കൊണ്ട് 2 ജഗ് തേങ്ങാപ്പാലുണ്ട് കേട്ടോ. അപ്പോൾ 2 വലിയ തേങ്ങയുടെ പാലാണ്. ആ ജഗ് കൊണ്ട് 2 ജഗ്. ഇനി ഇതൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതല്ലെങ്കിൽ ഒരു ചെമ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായി തേങ്ങാപ്പാൽ തിളക്കണേൻ്റെ മുന്നേ വരെയുള്ള ഒരു സമയമാണ്, നന്നായി പതഞ്ഞ് ചൂടായി വരുന്ന സമയം. ആ സമയത്ത് നമുക്ക് റവ കുറച്ചായി ഇട്ട് കൊടുക്കുക, ഒന്നിച്ചിട്ട് കൊടുക്കരുത്. റവ നന്നായി കലങ്ങിയ ശേഷം സേമിയയും ഇട്ട് കൊടുക്കുക. സേമിയയും ഒന്നിച്ചിട്ട് കൊടുക്കരുത്, കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നിനോട് കട്ട പിടിക്കാതെ തന്നെ എടുക്കും. ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നമ്മുടെ ഈ റവയും സേമിയയും ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. റവയും സേമിയയും ഒക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഏകദേശം നമ്മൾ തേങ്ങാപ്പാൽ ഒരു 2-3 തിള തിളക്കുമ്പോഴേക്കും നമുക്ക് ആ സേമിയ എടുത്ത് നോക്കിയാൽ തന്നെ വെന്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 10 ഏലക്കായ ചതച്ചതും 10 ഗ്രാമ്പു ചതക്കണ്ട, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ദാ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നന്നായി കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ സേമിയയും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നമുക്ക് എത്രത്തോളം മധുരം വേണമെന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതും കൂടെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് 2 പാക്കറ്റ് പാൽ, അതായത് നമ്മുടെ മിൽമയുടെ പാലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആ 2 പാക്കറ്റിൻ്റെ 1/2 ലിറ്ററിൻ്റെ 2 പാക്കറ്റ് വെച്ചിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ പാല് ചൂടോടുകൂടെ തന്നെ നമ്മുടെ ഈ സേമിയയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ സേമിയ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതല്ല, നമുക്ക് ഏതെങ്കിലും തേങ്ങാപ്പാലിലാണെങ്കിലും ചെയ്യാം, ഈ പശുമ്പാലിലാണെങ്കിലും ചെയ്യാം. ഇത് രണ്ടും കൂടി മിക്സാക്കി കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിനായിട്ട് കിട്ടും കേട്ടോ. ഇനി തേങ്ങാപ്പാലും പാലും കൂടെ നന്നായി ഒന്ന് മിക്സായി വരണവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. പാല് നന്നായി തിളച്ചാൽ അടുപ്പിൽ നിന്ന് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മുടെ സേമിയ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ നെയ്യ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ കുറച്ച് ബട്ടറും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ പശുവും പാലും തേങ്ങാപ്പാലും കൂടി മിക്സാക്കിയതിൻ്റെ പോലെ തന്നെ ഈ നെയ്യും ബട്ടറും കൂടെ ചേർത്തിട്ടാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതിലോട്ട് ആദ്യം കുറച്ച് ചെറിയ ഉള്ളി, ഏകദേശം ഒരു 10-20 ചെറിയ ഉള്ളി ഉണ്ടാവും, അതൊന്ന് ചെറുതായിട്ട് മുറിച്ചതൊന്ന് മുപ്പിച്ചെടുക്കാം. ചെറിയ ഉള്ളി ഒരു പകുതിയോളം മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും കപ്പലണ്ടി അങ്ങനെയൊക്കെ ഏത് നട്സാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ പകുതിയോളം മൂപ്പായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? സൈഡിലൊക്കെ ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഒന്ന് നന്നായി മിക്സാക്കിയിട്ട് ഈ പറഞ്ഞ പോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. അത് വറവായി വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ 10 ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 5 ഏലക്കായയും 5 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല മണമുള്ള ഏലക്കായൊക്കെ വേണമെങ്കിൽ എണ്ണം കുറക്കാം കേട്ടോ. ഇനി ഈ വറുത്തിട്ടുള്ള ഈ സേമിയയും അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ ഉള്ളിയൊക്കെ കൂടെ നമുക്ക് നമ്മുടെ സേമിയ തരിക്കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നല്ല രുചികരമായ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള തരിക്കഞ്ഞി തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഏകദേശം ഒരു 30 പേർക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യണേ.
ഇൻഷാ അല്ലാ പുതിയ നല്ലൊരു വീഡിയോയുമായി വരാം.